ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, യുക്രൈനെതിരെ ആണവായുധ ശേഷിയുള്ള ഒറിഷനിക് മിസൈൽ പ്രയോഗിച്ച് റഷ്യ. 5500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് മിസൈൽ. കീവിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു ആക്രമണം. ശ്യാമ സദാനന്ദനാണ് ചേരുന്നത്. ശ്യാമ, ആണവായുധ ശേഷിയുള്ള മിസൈലാണ് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആക്രമണം എത്രത്തോളം രൂക്ഷമായിരുന്നു? വിനിത, ഇന്നലെ രാത്രി യുക്രൈന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് റഷ്യ അവരുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒറൈഷനിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നത്. നേരത്തെ വിനിത സൂചിപ്പിച്ച പോലെ തന്നെ 5500 കിലോമീറ്റർ വേഗതയുള്ള ദൂരം വരെ സഞ്ചരിക്കാനാകുന്ന മിസൈലാണിത്. അതായത് യൂറോപ്പിനെ ഒന്നാകെ ഇതിന്റെ പരിധിയിൽ വരുന്ന ഒരു മിസൈലാണ് ഇപ്പോൾ റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയാണ്, അതായത് 13000 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ഈ മിസൈലിന്റെ വേഗത. ഇത്രയും അത്യാധുനികമായിട്ടുള്ള മിസൈലാണ് റഷ്യ യുക്രൈനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ആണവാക്രമണം നടന്നിട്ടില്ല, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഡിസംബർ അവസാനം പുടിന്റെ വടക്കൻ റഷ്യയിലുള്ള വസതിക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിക്കുകയും യുക്രൈൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിനിത, ശരി, ഈ ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു, നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഏതായാലും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ശ്യാമ സദാനന്ദനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.